എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു സോണിയുടെ LCD ആണ്. LCD സ്ക്രീൻ, കാറിൽ വയ്ക്കുന്ന ഒരു LCD സ്ക്രീന് സോണിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് സോണിയുടെ LCD സ്ക്രീൻ. നമുക്കിതിൻ്റെ മോഡൽ നമ്പർ നോക്കാം. സോണി XAV-V750BT ഇതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. അപ്പോൾ ഇതിൽ പറയുന്ന പവർ DC 12 വോൾട്ട് ആണ്, 10 ആംപിയർ. പിന്നെ സ്പീക്കർ ഇംപെഡൻസ് പറയുന്നത് 4 ohms to 8 ohms വരെ നമുക്കിത് യൂസ് ചെയ്യാം. ബാക്കിൽ ഒരു USB പോർട്ട് ഉണ്ട്. ഇതാണ് എൻ്റെ USB പോർട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് വ്യൂ നോക്കാം. ഇതാണ് ഇതിൻ്റെ ബാക്ക് വ്യൂ. ഈ കാണുന്നതാണ് ഇതിൻ്റെ ബാക്കിലെ കണക്ഷൻസ്. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്നത് ഇതിൻ്റെ സബ് ഔട്ടാണ്. ഇതിൽ ആംപ്ലിഫയർ കൊടുത്ത് സബ് യൂസ് ചെയ്യാം. പിന്നെ ഇത് മൂന്നും അതിൻ്റെ AV കണക്ഷൻസ് ആണ്. അതിൽ ആദ്യത്തേത് ഓക്സ് ഇൻ ആണ്, രണ്ടാമത്തെ ക്യാമറ ഇൻ, മൂന്നാമത്തത് റിയർ വീഡിയോ ഔട്ടാണ്. ഇത് വീഡിയോ ഔട്ടാണ്. ഇത് രണ്ടും ഇന്നും. ഇത് റേഡിയോ ആൻറ്റിനയാണ്. ഇനി നമുക്കിതിൻ്റെ സ്പീക്കർ കണക്ഷൻസും ഇതിൻ്റെ പവർ സപ്ലൈ ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഈ കാർ സ്റ്റീരിയോയുടെ പോസിറ്റീവ് ലൈന്, യെല്ലോ കളർ. ഈ റെഡ് അതിൻ്റെ VCC ആണ്. നമ്മൾ കാറിൽ കീ ഓൺ ചെയ്യുമ്പോൾ ഓണാവുന്നതാണ്. ബാക്കിയെല്ലാം ഇതിൻ്റെ സ്പീക്കേഴ്സാണ്. അപ്പോൾ സ്പീക്കേഴ്സിൽ സെയിം കളറാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വയലറ്റ്, സെയിം രണ്ട് വയലറ്റ്. അപ്പോൾ ഇത് ഒരു കണക്ഷൻ, ഇത് രണ്ടാമത്തെ കണക്ഷൻ, സെയിം കളറാണ്. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ എളുപ്പമാണ്. ഇത് രണ്ടും ഒരു സ്പീക്കർ, രണ്ട് വൈറ്റ് ഉണ്ട്, അത് രണ്ടും നാലാമത്തെ സ്പീക്കർ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്പീക്കേഴ്സ്. 4 സ്പീക്കേഴ്സാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് അതിൻ്റെ റിവേഴ്സ് ഇന്നാണ്. അപ്പോൾ ബാക്കിലെ ക്യാമറ ഓണാക്കാൻ വേണ്ടി റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ അതിൽ കണക്ട് ചെയ്യേണ്ട വയറാണത്. ഈ ഗ്രീൻ കളർ കേബിൾ പാർക്കിംഗ് ബ്രേക്കാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കണക്ഷൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലെ മെയിൻ വയർ യെല്ലോ ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒരു പവർ സപ്ലൈ ഉപയോഗിച്ച് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതെൻ്റെ USB ആണ്. ഇത് മൈക്രോഫോണിൻ്റെ കണക്ടറാണ്. ഈ കാർ സ്റ്റീരിയോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു 3 ആംപിയറിൻ്റെ ഒരു പവർ സപ്ലൈ ആണ് എടുത്തിട്ടുള്ളത്. ഇത് വീട്ടിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 10 ആംപിയർ അല്ലെങ്കിൽ ഒരു 6 ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമർ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ. അപ്പോൾ 4 ചാനലാണുള്ളത്. 4 ചാനൽ 55 വാട്ട്സ് × 4. ഇതാണ് ഇതിൻ്റെ സ്പീക്കർ കോൺഫിഗറേഷൻ. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു പവർ സപ്ലൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ ഇതിൽ പോസിറ്റീവ് എന്ന് പറയുന്നത് യെല്ലോ ആണ്. യെല്ലോ ആണ് മെയിൻ കണക്ഷൻ. അപ്പോൾ ഇതിൽ 10 ആംപിയർ മിനിമം വേണം. ഈ ബ്ലാക്ക് കളർ ഇതിൻ്റെ നെഗറ്റീവാണ്. നെഗറ്റീവും ബോഡിയും എല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഒരു സ്പീക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് ലൈനായി നെഗറ്റീവ് ഗ്രൗണ്ട് കൊടുത്തു. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓണായിട്ടുണ്ട്. സോണി നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്. 7 ഇഞ്ചാണ് ഈ ഡിസ്പ്ലേയുടെ സൈസ്. ഇതൊരു സേഫ്റ്റി മെസ്സേജാണ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ നോക്കരുതെന്നുള്ളത് മെസ്സേജ്. ഡു നോട്ട് വാച്ച് ഓൺ ഓപ്പറേറ്റ് ദി യൂണിറ്റ് വൈൽ ഡ്രൈവിംഗ്. ഫോളോ യുവർ ലോക്കൽ ട്രാഫിക് ലോസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ ഇത് എഗ്രി ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇതാണ് എൻ്റെ ഹോം പേജ്. അപ്പോൾ ഇതിൽ ട്യൂണറുണ്ട്, റേഡിയോ, ഇത് ഐപോഡ്, ബ്ലൂടൂത്ത്, ഓക്സ്. ഇത് ക്യാമറയ്ക്കുള്ളതാണ്. വീഡിയോ ട്യൂൺ എന്ന് പറഞ്ഞ റേഡിയോ ആണ്. സ്പീക്കർ നോയ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു USB ഉപയോഗിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ ഒരു ഹോം ബട്ടൺ ഉണ്ട്. പിന്നെ ഉള്ളത് ഒരു ഇൻബിൽറ്റ് IR ഇന്ന്. പിന്നെ റിമോട്ട് സെൻസറാണ്. ഇത് ഇതിൻ്റെ റിമോട്ടാണ്. പിന്നെ അവിടെ സോണി ബ്രാൻഡിങ്. പിന്നെ ഇത് വോളിയം കൺട്രോളാണ്, പ്ലസ് മൈനസ്. ഇത് സോഴ്സ്, ഓരോ സോഴ്സായിട്ട് മാറി മാറി വരും. അപ്പോൾ നമുക്കിതിലൊരു USB ഇട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് USB സെൻസ് ആവും. ഇത് ഈ കാർ സ്റ്റീരിയോയുടെ റിമോട്ടാണ്. അപ്പോൾ ഇതിൽ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഓഫ് ആവും, പക്ഷേ ഓഡിയോ വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ രാത്രി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ വീഡിയോ വേണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം. പിന്നെ ഉള്ളത് പ്ലേ ബട്ടൺ, ഫോർവേഡ്, പ്രീവിയസ്.
ഇതിൻ്റെ ഈക്വലൈസർ ബട്ടണാണ്. നമുക്ക് ബാസും ട്രബിളും സെലക്ട് ചെയ്യാം. ഇതിൻ്റെ നമ്പേഴ്സാണ്. ഡയറക്റ്റ് നമുക്ക് റേഡിയോക്കുള്ള ചാനൽ ഡയറക്റ്റ് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ USB സോങ്സ് ഡയറക്റ്റായിട്ട് നമ്പറിലും സെലക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ വോളിയം കൺട്രോൾ.